everyone, welcome back to Salem. It's me, VJR. Yes. അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് ചെയ്യാന്നുള്ളത് പെട്ടെന്ന് നോക്കാം. വേഗം സമയം കളയണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരീക്ഷയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇടണം. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ കേട്ടോ. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതായത് പുതിയൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് അല്ലെ. ആ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിലെ കിടിലൻ ക്വസ്റ്റ്യൻസ്, കിളി പോകുന്ന കിടിലൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ എങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ? ഞാൻ ആദ്യം ഒരു ചോദ്യം കാണിച്ചു തരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ചെറിയൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ചോദ്യം? ചോദ്യം ഞാനൊന്ന് വായിച്ചുതരാം. ചോദ്യം: ഇൻ ദ പിക്ചറിൽ AB is a chord through the point P inside the circle. അല്ലെ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോഡ് ഉണ്ട്, പിന്നെന്തുണ്ട്, ഒരു ഇതും കൂടെ ഉണ്ട്. ഒരു P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ AB is a chord through the point P centered at O. സെന്റർ ആണ് O. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിനുള്ളിലെ P എന്ന ബിന്ദുവിലെ ഒരു ഞാണാണ് AB. ഓക്കെ, AB ഞാണാണ്. ഈ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള അകലമാണ് 3 സെന്റിമീറ്റർ. മക്കളെ, ഇങ്ങനെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ഒരു കിടപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വേണമെങ്കിൽ ഈ ചിത്രം അടുത്ത പേജിലേക്ക് സെറ്റ് ആക്കി തരാം. ഇങ്ങനെ ഒരു ചിത്രം വന്ന സ്പോട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഇതിന്റെ റേഡിയസ് അല്ലെങ്കിൽ അകലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ചാപ്റ്ററിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. കോൺസെപ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കോൺസെപ്റ്റിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കോൺസെപ്റ്റ്, എന്താണ് ആ ഇക്വേഷൻ, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു സർക്കിൾ ആണെങ്കിൽ ഒരു സർക്കിളും ആ സർക്കിളിലെ ഒരു കോഡുകൾ, അതായത് ഒരു കോഡ്, അതായത് ഇപ്പൊ ഒരു സർക്കിളിലെ ഒരു ഞാണാണ് ഏത്, AB. ഏതാ ഞാണ്? AB എന്ന് പറയുന്ന ഞാണാണ് അല്ലെ. ആ ഞാണ് അല്ലെങ്കിൽ ആ കോഡ് എവിടെയാ മീറ്റ് ചെയ്യുന്നത്? P എന്ന് പറയുന്ന ബിന്ദുവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ആ ഞാണ് 2 കഷ്ണങ്ങളാക്കിയിട്ട് അവിടെ ഡിവൈഡ് ആവുന്നുണ്ട്. മാത്രമല്ല സെന്ററിൽ നിന്ന് ആ കോഡിലേക്കുള്ള ലെങ്ത് എത്രയാടാ? 3 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കൾ മനസ്സിലാക്കിക്കോ. ഇങ്ങനെ സർക്കിളിന്റെ ഉള്ളില് സെന്ററിൽ നിന്ന് കോഡിലേക്ക്, അതായത് ഞാണിലേക്കുള്ള അകലൊക്കെ തന്നിട്ട് ഇതുപോലൊരു ചിത്രം വന്നാൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആ ഒരു ഇക്വേഷൻ സിമ്പിൾ ആണ്. ആദ്യം ആ ഒരു ഞാണിന്റെ കഷ്ണങ്ങൾ എടുക്കുക. ഏതൊക്കെയാണ് ആ കോഡിന്റെ കഷ്ണം? നോക്ക്, ഇതാ AP × PB എന്ന് പറയുന്നുണ്ട്. AP × PB ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്നറിയോടാ? R² - D² ആണ്. സർക്കിളിന്റെ ഉള്ളിലാണ് ആ പോയിന്റ് ഉള്ളതെങ്കിൽ മക്കൾ മനസ്സിലാക്കിക്കോ, P എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളതെങ്കിൽ R² - D² ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സർക്കിളിന്റെ റേഡിയസ് കാണാം. സർക്കിളിന്റെ റേഡിയസ് അല്ലേ നമ്മളോട് ചോദിച്ചത്? വൃത്തത്തിന്റെ ആരം എത്ര? എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാം? പറഞ്ഞുതരാം. AP എത്രയാടാ? 4 സെന്റിമീറ്റർ ഇൻറ്റു PB എത്രയാടാ? 1 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, റേഡിയസ് ഇവിടെ തന്നിട്ടില്ല, റേഡിയസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ റേഡിയസ് അതേപോലെ ഇതാ R² മൈനസ് D എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് ടു ദ കോഡ്. അതായത് ഇവിടെ ഇതാണ് D. മക്കള് ചില കുട്ടികൾ വിചാരിച്ചു D എന്ന് പറഞ്ഞ സാർ ഡയമീറ്റർ അല്ലേ, വ്യാസല്ലേ? മക്കളെ അല്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ മക്കൾ മനസ്സിലാക്കിക്കോ, ഒരു സെന്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിന്റെ പേരാണ് എന്ത്? D. അതായത് ഡിസ്റ്റൻസ് എന്നാണ് പറയാ, അകലം. അകലം എന്ന് പറയുന്ന ആ D ആണ് കേട്ടോ. ഓക്കെ, D എത്രയാണ് അവിടെ? 3. അപ്പൊ ഡിക്ക് പകരം 3 കൊടുക്കാം. അപ്പൊ ദാറ്റ് ഈസ് 3². 4 1 4 = R² മൈനസ് 3ന്റെ സ്ക്വയർ എത്രയാടാ? 9. ദാ ഈ 9 ദാ ഇവിടുന്ന് -9 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചായി. കണ്ടോ? -9 ഇങ്ങോട്ട് സമത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? +9 ആയിട്ട് മാറും. അപ്പൊ എങ്ങനെ വരും ഈ സമവാക്യം? ഈ ഒരു സാധനം എങ്ങനെ വരും? 4 + 9 അപ്പുറത്ത് R² ഒറ്റയ്ക്കായി. നമുക്ക് ആരത്തിനെയാ കാണേണ്ടത്? അപ്പൊ 6നെ അവിടെ ഒറ്റയ്ക്കാക്കുക. അത്ര പണിയുള്ളൂ. 4 9 കൂട്ടിയാൽ ഒരേ പൊളി 13 R². ദാ ഈ സ്ക്വയർ ദാ ഇവിടെ എത്തി. അപ്പൊ സ്ക്വയർ ഈസ് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. ദേ നമ്മുടെ തരം റൂട്ട് 13 സെന്റിമീറ്റർ. എന്ത് സുഖമാണ് റേഡിയസ് കാണാൻ അല്ലെ. അപ്പൊ റേഡിയസ് സിമ്പിൾ ആണ്. 2 മാർക്കിന്റെ നിങ്ങളുടെ പുതിയ ടൈപ്പ് SCRT ക്വസ്റ്റ്യൻ ആണ്. അത് കിടിലമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാണ്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആപ്പിൽ എടുക്കുക ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രത്യേകത? ഒരു സർക്കിൾ ഉണ്ടാവും, ഒരു ഞാണ്,
ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, അവിടുന്ന് സെന്ററിലേക്കുള്ള ലെങ്ത് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. റെഡി ആണോടാ നിങ്ങൾ? റെഡി ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു ചോദ്യം കാണിച്ചുതരാം. അടുത്തതും സെയിം മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് രണ്ടാമത്തത്. പക്ഷെ ആദ്യത്തെ ഒരു പ്രൂഫാണ്. പല കുട്ടികളും ഈ ഒരു പ്രൂഫ് കാണുമ്പോൾ ഇന്ത്യ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ പോലുണ്ട്. മക്കളെ, ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, പ്രൂഫ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയും കൊടുത്തൊരു പ്രൂഫാണ്. PA × PB = PC × PD. 3 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. SCRT പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസിലെ മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം A ചോദ്യം ചെയ്തതിനു ശേഷം നമുക്ക് ബിയിലേക്ക് വരാം. A ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഇവർ പറഞ്ഞെന്തറിയോ, ഇത് പ്രൂവ് ചെയ്യാനാണ്. PA × PB = PC × PD. ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ, ഇതൊരു കോഡുകളുടെ പാർട്ട് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാണുകളുടെ ഗുണനഫലങ്ങളുടെ തുല്യ അല്ലെ, ഒരു ഞാന്റെ ഭാഗങ്ങളുടെ ഗുണനഫലം മറ്റൊരു ഞാന്റെ ഭാഗങ്ങളുടെ ഗുണനഫലം, അതാണ് സംഭവം. പക്ഷെ അതിലേക്കൊന്നും പോകണ്ട, നമ്മൾ ജസ്റ്റ് എന്താണ് പ്രൂഫ് എന്നുള്ള പറഞ്ഞുതരാം. ആദ്യം ഇത് കണ്ടുപിടിക്കേണ്ട പ്രൂഫ് ഏതാ? ഇതല്ലേ, PA × PB = PC × PD. ഇവിടേക്ക് എത്തണം നമ്മൾ. എന്ത് പ്രൂഫ്, എന്താ തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുണ്ടെങ്കിലും ആ ഒരു തെളിവിലേക്ക് എത്തണം, അവിടേക്ക് എത്തണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ആദ്യം ഞാൻ 2 വര വരയ്ക്കുന്നുണ്ട്. ഈ Aയും Cയും ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ട് ഞാനൊരു വര വരച്ചു. അതുപോലെ Bയും Dയും തമ്മിൽ ജോയിൻ ചെയ്തിട്ടും ഞാൻ എന്ത് ചെയ്തു, ഒരു വര വരച്ചു. ആർക്കും ഒരു ബുദ്ധിമുട്ടല്ലല്ലോ. ജസ്റ്റ് ഒരു വര നേരെ താഴോട്ട് ഒരു വര വരച്ചു. ഇപ്പൊ 2 ട്രയാങ്കിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞേ? ACP. അപ്പൊ ട്രയാങ്കിൾ ACP ഉണ്ട്. അതുപോലെ ഇവിടെ നോക്കും, BPD. BPന്റെ ഒക്കെ കോലം നോക്കിയാ ACP ആൻഡ് B ട്രയാങ്കിൾ ത്രികോണം BPD. ഈ 2 ട്രയാങ്കിൾ മാത്രം. അതിൽ ആദ്യത്തെ ഈ ട്രയാങ്കിളിന്റെ ഒക്കെ കോണുകൾ ഏതൊക്കെയാണ് ഈക്വൽ ഉള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അതായത് ഇതൊരു ആർക്കാണ്, ഒരു ചാപം. ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഒന്ന് ഇതും, കണ്ടോ, ഇവിടെ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇതും. ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഈ ആർക്കുകൾ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ഡിയും എന്താണ്? ഈക്വൽ ആണ്. ആംഗിൾ A = ആംഗിൾ D. ആർക്കും സംശയമില്ലല്ലോ. അതുപോലെ തന്നെ മറ്റൊരാളും കൂടെ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ 2 ആംഗിളും ഈ 2 ആംഗിൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ, ഈക്വൽ ആയിരിക്കും. നമുക്ക് പേരിടാം. APCയും BPDയും ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് കേട്ടോ. അതായത് എതിർ കോണുകൾ തുല്യമാണ്. അപ്പൊ കോൺ APCക്ക് ആർക്ക് ഈക്വൽ ആണ്? B കോൺ BPD. രണ്ടും ഈക്വൽ ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എടാ ഈ കോണും ഈക്വൽ ആണ്, ഇതും തുല്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കോൺ സിയും കോൺ ബിയും എന്തായിരിക്കും? കോൺ സിയും കോൺ ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിന്റെ അർത്ഥം ഈ 2 ട്രയാങ്കിൾ ഏതൊക്കെയാ? ട്രയാങ്കിൾ ACP ആൻഡ് ട്രയാങ്കിൾ BPD രണ്ടും സിമിലർ ട്രയാങ്കിൾസ്, അതായത് സദൃശ കോണുകൾ എന്നൊക്കെ നമുക്ക് പറയില്ലേ, അതാണ്. അതായത് സിമിലർ ട്രയാങ്കിൾ, സദൃശ കോണുകളാണ്, സദൃശ ത്രികോണങ്ങളാണ്. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കിട്ടും. നമ്മളിത് 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മക്കളെ. തുല്യമായ കോണളവുകൾക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം തുല്യമായിരിക്കും. അതായത് ഏതൊക്കെ ആംഗിൾ ആണ് ഈക്വൽ എന്ന് നോക്കാം. ഇവിടെ കണ്ടിട്ടുണ്ട് 3 ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. ആ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിന്റെ റേഷ്യോ, തോത് എന്ന് പറയും, അതായത് അംശബന്ധം സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചിരിക്കെ. ആദ്യം ചെയ്യേണ്ട കാര്യം ഈക്വൽ ആയിട്ട് നോക്ക്, ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പറയണേ. ഈ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എയും ഡിയും ഈക്വൽ ആണ്. എന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? PC. ഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? PB. അപ്പൊ ഏതാ പറ? ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് PC ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് PB. അപ്പൊ നമുക്ക് എങ്ങനെ റേഷ്യോ ചെയ്താ? എന്റെ ഓപ്പോസിറ്റ് PC ബൈ അതുപോലെ തന്നെ സിന്റെ ഓപ്പോസിറ്റ് എന്താണ്? PB. അത് ആർക്ക് ഈക്വൽ ആണ്. ആർക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തും പറയാം. ഈ സിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? AP. ഓക്കെ, ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ ആദ്യം എടുത്തത്. കണ്ടോ, ഇതിന്റെ ഓപ്പോസിറ്റ് ഇത്, അതല്ല ഇവിടെ എഴുതിയത്. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. ഓക്കെ, അതുപോലെ എന്ത് പറയാം? ഈ ട്രയാങ്കിൾ, ഈ സിന്റെ ഓപ്പോസിറ്റ് ആരാ? AP നമുക്ക് എന്ത് ചെയ്യാം?
പി എന്ന് എഴുതിയാലും മതി കേട്ടോ. എ പി ആയാലും പി എ ആയാലും സെയിം ആട്ടോ. സിന്റെ ഓപ്പോസിറ്റ് പി എ ബൈ, അതുപോലെ തന്നെ ഈ ബിന്റെ ഓപ്പോസിറ്റ് പി ഡി. ഇത് രണ്ടും സെയിം റേഷ്യോയിലാണ്. ഇനി ഒരു ആംഗിൾ കൂടി ഉണ്ട്, ഇതിന്റെ രണ്ട് ഇതും സെയിം റേഷ്യോ അംശബന്ധമാണ്. പക്ഷെ നമുക്ക് വേണ്ട, ഈ സൈഡ് ആയതുകൊണ്ട് വേണ്ട, നമുക്ക് ഈ 4 മതിയല്ലോ. അത് വെച്ചിട്ടാണല്ലോ നമുക്ക് പറഞ്ഞ് ദാടെ കഴിഞ്ഞു. ഈ സാധനം നേരെ ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ഇയാൾ എന്ത് ചെയ്യാ, ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഇയാളൊന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. ആൻസർ കിട്ടിട്ടോ. പി സിയും പി ഡിയും കൂടെ എന്ത് ചെയ്യും, നമുക്ക് അടുത്ത പേജിൽ എഴുതാം. പി സി ഇൻറ്റു ആരാ വരുന്ന നോക്ക്, ഈ പി സിനെ ഇങ്ങോട്ട് ചെയ്യാം അല്ലെ, പി സി ഇൻറ്റു, അപ്പൊ പി സി ഇൻറ്റു പി ഡി ദാറ്റ് ഇസ് ഈക്വൽ ടു, അതുപോലെ തന്നെ അതാ ഈ പി എന്റെ ഇവിടത്തേക്ക് ആര് വരുന്നു, ഇൻറ്റു ആയിട്ട് പി ബി വരുന്നു. അപ്പൊ പി എ ഇൻറ്റു പി ബി. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് തല തിരിച്ച് ചെയ്താം, ഈ പി എ പി ബി ആദ്യം ഇതാ, പ്രശ്നമല്ല. എന്നാലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനുള്ളത് അതേപോലെ കിട്ടാൻ വേണ്ടിട്ടാ. പി എ ഇൻറ്റു പി ബി സമം ഇത് ഇങ്ങോട്ടും ചെയ്താട്ടോ, പി ബി പി സി ഇൻറ്റു പി ഡി. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ്. റെഡി ആണോ നിങ്ങൾ? റെഡി ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൂഫ് കണ്ട ആരും ബേജാറാവണ്ട. ജസ്റ്റ് ഇതൊന്നുമില്ല, അത് ജസ്റ്റ് ഇയാളെ ആദ്യം ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ച് ചെയ്താലും സെയിം ആണ്. അപ്പൊ ഈ ഒരു സാധനം മനസ്സിലാക്കുക, തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും, വശങ്ങളുടെ റേഷ്യോ അംശബന്ധം തുല്യമായിരിക്കും കേട്ടോ. ഈ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാ, ചെറിയൊരു പ്രൂഫാ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചെറിയൊരു പ്രൂഫാ. നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ആ ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് കിടിലൻ ക്വസ്റ്റ്യനാ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ആരം 8 സെന്റിമീറ്റർ ആയ വൃത്തത്തിന്റെ, അങ്ങനത്തെ ഒരു ചോദ്യം തരുമ്പം അവർ ചോദ്യത്തിൽ ചിത്രം തന്നിട്ടില്ലല്ലോ. ചോദ്യത്തിൽ ചിത്രം തന്നിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ചിത്രം വരയ്ക്കുക. ഒരു പറഞ്ഞു ആരം 8 സെന്റിമീറ്റർ ആയ വൃത്തം. ഓക്കെ, ഒരു പറഞ്ഞ മാതിരി തന്നെ നമുക്ക് വരയ്ക്കാം. ആരം 8 സെന്റിമീറ്റർ ആയ വൃത്തം നമുക്ക് വരയ്ക്കാം. ആരം 8 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു വൃത്തം വരച്ചു ഞാൻ. കണ്ടോ ഇവിടെ, ഇതാണ് ആരം 8 സെന്റിമീറ്റർ ആയിട്ടുള്ള വൃത്തം. r is equal to 8 സെന്റിമീറ്റർ. ഓക്കെ, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞു. അതായത് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 8 സെന്റിമീറ്റർ എ പോയിന്റ് പി is marked 3 away from the circle. അതായത് 3 സെന്റിമീറ്റർ അകലെയുള്ള ബിന്ദുവാണ് പി. അപ്പം ആ ആരത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ, ഇതാണ് ആരം, സോറി ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം. കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദു, അതാണ് പി. അകലെയുള്ള ബിന്ദുവാണ് പി. ഇതാണ് പി, 3 സെന്റിമീറ്റർ അകലെ. ഓക്കെ, 3 സെന്റിമീറ്റർ അകലെയുള്ള ബിന്ദുവാണ് പി. റെഡി, ഒരേ പൊളി. ഇനി പറഞ്ഞിരിക്കുന്ന എന്താ, ഈ ബിന്ദുവിൽ കൂടി വ്യാസത്തിന് ലംബമായിട്ട്, അതായത് പി വിച്ച് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ പി. അതായത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ത്രൂ പി. അതായത് ഒരു കോഡ് വരയ്ക്കുകയാണ്, പിയിലൂടെ ഒരു കോഡ് വരയ്ക്കുകയാണ്. ഞാണ് പിയിലൂടെ കടന്നു പോകുന്ന ഞാണ് വരച്ചിട്ട് ആ ഞാണിന്റെ 2 നീളങ്ങൾ കണ്ടുപിടിക്കാം. ഇപ്പൊ ഏതാണ് പി, ഇതല്ലേ പി. ആ പിന്റെ നേരെ ക്രോസ് ആയിട്ട് ഒരു ഞാണ് വരയ്ക്കാം. നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ലംബമായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പി. ഓക്കെ, ആ പി. അപ്പൊ ഈ ഞാണിന്റെ ലെങ്ത്, ഇത് പെർപെൻഡിക്കുലർ ആണേ. വേണമെങ്കിൽ നമുക്ക് ഓരോന്ന് പേരിടാം അല്ലെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നീട്ടി വരയ്ക്കാം. ഏത്, ആ പി ഒന്ന് ജസ്റ്റ് നീട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം. ഇത് ഏതോ ഒരു ചിത്രമായില്ലേ, നമ്മൾ ഫസ്റ്റ് പഠിച്ച ഒരു ചിത്രത്തിലേക്ക് ഇത് വരുന്നുണ്ട് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ചോദ്യത്തിലുള്ള സാധനം ഒരേ പൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് വരയ്ക്കുക. ഒരു വൃത്തത്തിന്റെ ആരം 8 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ 8 സെന്റിമീറ്റർ. വൃത്ത കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയാണ് പി എന്ന് പറഞ്ഞു. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് എഴുതി. ആ പിയിൽ കൂടെ ഒരു പെർപെൻഡിക്കുലർ ലംബം പോകുന്നുണ്ട്. ആ സാധനം നമ്മൾ എന്ത് ചെയ്തു, അടയാളപ്പെടുത്തി ജസ്റ്റ് നീട്ടി വരച്ചു. നമുക്ക് പേരിടാം. ഇത് എ ആണ്, ഈ ഡയമീറ്റർ എ ബി ആണ്, ഇത് സി ആണ്, പി ഇവിടെ ഡി. ഇത് വെച്ചിട്ട് നമ്മുടെ ഇതിലൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാന്ന് പറയാൻ പറ്റുമോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 2 ഞാണിന്റെ നീളമാണ്. ഒന്ന് ഇതും കാണണം, ഒന്ന് ഇതും കാണണം. ഈ 2 ഞാണുകളുടെ നീളം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പി സിയും പി ഡി ഈക്വൽ ആയിരിക്കും. കാര്യം ഒരു ഡയമീറ്റർ വ്യാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതായത് വ്യാസത്തിൽ കൂടെ ഡയമീറ്ററിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലംബമായിട്ടുള്ള ലൈൻ ആണെങ്കിൽ ആ 2 ലൈൻ ഈക്വൽ ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പൊ ഏതോ ഒന്ന് കിട്ടിയാൽ അത് തന്നെ ആയിരിക്കും താഴത്തും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് നോക്കാം ഇത് ഏത് ഇക്വേഷനാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ജസ്റ്റ് നോക്കണേ. അതായത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടുമില്ല അല്ലേ. നമുക്ക് നോക്കാം. സംഭവം എന്താ വെച്ചാല് ഇതൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം.
അതായത് ഒരു സെമി സർക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ, അതായത് ഒരു സർക്കിളിന്റെ ഡയമീറ്ററും ഒരു കോഡ് പെർപെൻഡിക്കുലർ ആയിട്ട് പോവുകയാണെങ്കിൽ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. എ പി ഇൻറ്റു ഈ കഷ്ണം എ പി ഇൻറ്റു, അപ്പൊ എ പി എത്ര അറിയാലോ, എ പി ഇൻറ്റു ഈ ചെറിയ കണ്ടം ഈ ഒരു കോഡുകളുടെ കഷ്ണങ്ങൾ ഏതൊക്കെയാ, എ പി ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പറ ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സമവാക്യമാണ്, ഇക്വേഷൻ ആണ്. ഞാൻ ഇക്വേഷൻസ് മാത്രമായിട്ട് ഒരു വീഡിയോ ഇടാം. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഒരു ലൈക്ക് ഇടണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലൈക്കും ഫീഡ്ബാക്കും ഇട്ടാൽ മാത്രമേ എനിക്ക് ആ ഒരു മോട്ടിവേഷൻ ഉള്ള ഒരു സാധനമുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ അടിപൊളി അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കമന്റ് ഇടുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇക്വേഷൻസ് മാത്രമായിട്ട് വീഡിയോസ് ഞാൻ ഇട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇവിടെ മുതൽ ഇവിടം വരെ എ പി ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ ആരാണ്, പി സി സ്ക്വയർ ആണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ റേഡിയസ് 8 അല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പറയാം ഇത് മൊത്തം ഇതും റേഡിയസ് ആണ്, ഇതും 8 സെന്റിമീറ്റർ അല്ലേ വരിക. ഓക്കെ, ഇത് 8 സെന്റിമീറ്റർ ആണ് വരിക. ഓക്കെ, ഇത് മുഴുവൻ ഈ ഒരു റേഡിയസ് 8, ഇത് മൊത്തം 8 സെന്റിമീറ്റർ. ഈ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്, 3 സെന്റിമീറ്റർ ആണ് കിട്ടിയിട്ടുണ്ട്. എടാ നമുക്ക് ഈ എ പി എത്രയാ നിങ്ങൾക്ക് അറിയാം, എ പി എത്ര ഇവിടെ നിന്ന് നമുക്ക് കിട്ടുമല്ലോ. ഏതാടാ എ പി, ഇവിടെ മുതൽ ഇവിടം വരെയാണ്. അപ്പൊ 8ഉം 3ഉം ആണ് എ പി. അപ്പൊ എ പിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 8 + 3 ദാറ്റ് ഈസ് 11 സെന്റിമീറ്റർ. അപ്പൊ എ പി ഉള്ളിടത്ത് 11 എഴുതാം. ഇനി പി ബി അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇതാണ് പി ബി, ചെറിയ കഷ്ണം. നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു റേഡിയസ് ആണ്, ഇതൊരു റേഡിയസ് ആണ്, ഇത് മുഴുവൻ 8. ഈ 8ന്ന് ഈ 3 കുറച്ചാ പോരടോ, നമുക്കിത് കിട്ടൂലേ. ഓക്കടാ, ഈ 8 ഇത് മൊത്തം റേഡിയസ് ആണ്, ഈ റേഡിയസിന് ഈ ഒരു കണ്ടാട് കുറച്ചു, അപ്പൊ ഇവിടുന്ന് കിട്ടും. അപ്പൊ 8ന്ന് 3 കുറച്ചാൽ അത് മതി, 3, അപ്പൊ ഇത് 5 ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടും പി ബി ഈക്വൽ ടു 8ന്ന് 3 കുറച്ചാൽ മതി, ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ. അപ്പൊ പി ബിക്ക് പകരം 5 സെന്റിമീറ്റർ കൊടുക്കണം. ഈക്വൽ ടു പി സി നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്, അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പി സി സ്ക്വയർ. അപ്പൊ 11ഉം 5ഉം എത്രയാ, 55 സമം പി സി സ്ക്വയർ. ഈ സ്ക്വയർ ഇവിടുന്ന് ഒരേ പൊളി ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, റൂട്ട് ആവും. അപ്പൊ പി സി ഈക്വൽ ടു √55. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തോ. √55 ആണ് ആൻസർ. അതായത് ഇത് ഒരാളുടെ ലെങ്ത് ആണ് √55. അപ്പൊ ഒരു കോഡ് ലെങ്ത് ഓഫ് 1 കോഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു √55. അങ്ങനെയാണെങ്കിൽ 2 കോഡോ, ലെങ്ത് ഓഫ് 2 കോഡ്. മലയാളത്തില് 2 ഞാണുകളുടെ നീളം. ഒരാൾക്ക് √55 ആണെങ്കിൽ 2 ആൾക്ക് എത്ര വരും, 2 × √55. ഇതിങ്ങനെ ഇരിച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട. ഇത്രയും സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഉത്തരം. മക്കളെ ക്ലാസ് ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിന്റെ താഴെ നിങ്ങൾ ഉറപ്പായിട്ടും സാറുടെ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് ഇടണം. അത്രയും വൺ ഓഫ് മൈ ഫേവറേറ്റ് ബാച്ചാണ് നിങ്ങളുടെ ബാച്ച്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും താഴെ കമന്റ് സെക്ഷനിൽ അത്യാവശ്യം വലിയ കമന്റ് ഇടുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഇതുപോലത്തെ ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാം, വരാം. അപ്പൊ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോടൊക്കെ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷകൾ എന്നൊക്കെ. അതൊക്കെ അടിപൊളിയായിട്ട് എടുക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടുകൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരേ പൊളി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ VJR. അപ്പൊ എന്റെ പേര് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയാം, VJR. സൈനിങ് ഓഫ്. ബൈ.